ഒറ്റയ്ക്ക് നടക്കത്തില്ല പ്രാവ്, ഒരു കൂട്ടമായിട്ടാണ് വരുന്നത്. ഒരു കൂട്ടമായിട്ട് വന്ന നെല്ലൊക്കെ ഇങ്ങനെ വലിയ കാര്യത്തിൽ നമ്മൾ പിന്നെ വെളിയിൽ വെയിലത്ത് ഇങ്ങനെ ഉണക്കാനിടുമ്പോൾ ഒറ്റയ്ക്ക് വരത്തില്ല, ഒരു കൂട്ടമായി വരും. മനോഹരമായ, കാണാൻ മനോഹരമായ പ്രാവുകൾ, വെള്ളരി പ്രാവുകൾ പറന്നു വരുമ്പോൾ ആർക്കും കല്ലെടുത്തെറിയാൻ തോന്നത്തില്ല. ഹല്ലേലൂയ! അതിൻ്റെ ശാന്തത, അതിൻ്റെ മനോഹാരിത, അതിൻ്റെ താഴ്മ, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ സാവധാനമുള്ള നടത്ത, ഹല്ലേലൂയ! അതിൻ്റെ ഒരുമയുള്ള, ഒരുമിച്ചിരിക്കും, ഒരുമിച്ച് പറക്കും, ഒരുമിച്ചിരിക്കും, ഒരുമിച്ച് പറക്കും. പറഞ്ഞാട്ടെ, ഒരുമിച്ചിരിക്കും, ഒരുമിച്ച് പറക്കും. ഹല്ലേലൂയ! അത് ഒരുമയുണ്ടെങ്കിൽ നീ ഇരിക്കുന്ന ഇടത്തുനിന്ന് പറക്കുന്ന സമയം, സീസൺ വെളിപ്പെടുമ്പോൾ ഒരുമിച്ച് പറക്കും. നീ ഒറ്റപ്പെട്ട് ഏകനായി നടക്കരുത്, ഐക്യതയില്ലാത്ത സ്വഭാവം കാണിക്കരുത്. ഒരുമയോടെ പോയാൽ ഒരുമിച്ചിരിക്കുന്നവർ ഒരുമിച്ച് പറക്കുന്ന ഒരു സീസൺ. ആ നിഷ്കളങ്കതയുടെ അഭിഷേകം നിന്നിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ! ഒരുമ വേണമെന്നുണ്ടെങ്കിൽ പരസ്പര റെസ്പെക്ട് വേണം, ഐക്യത വേണം, ഒരേ അഭിപ്രായമായിരിക്കണം. അതുകൊണ്ടാണല്ലോ ഇത്രയും കൂട്ടമായിട്ട് വരെ നടക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു പ്രാവിന് മറ്റൊരു പ്രാവിനോട് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഇറക്കാൻ പറ്റുമോ? ഇല്ല. അതാ അവരുടെ എല്ലാം മനസ്സ് ഒരു മനസ്സാണ്. പറഞ്ഞാട്ടെ, ഒരു മനസ്സ്, ഒരേ ചിന്ത. അവരെല്ലാവർക്കും ഒറ്റ ആഗ്രഹം, ഒറ്റ ലക്ഷ്യം, ഈ നെല്ലിനെ എങ്ങനെയെങ്കിലും കൊത്തി തിന്നുകൊണ്ട് പോകണം. ഹല്ലേലൂയ! അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഒരു പക്ഷേ ഒന്നും ഇങ്ങനെ കൊത്തുമ്പോൾ വേറെ ആളും കൂടെ വന്ന് അതിൽ കൊത്തി കാണെങ്കിൽ ഒരാളങ്ങ് വിട്ടുകൊടുക്കും. എന്തൊരു ഭയങ്കര സന്തോഷം. ഹല്ലേലൂയ! അല്ലേ പറഞ്ഞ വിട്ടുകൊടുക്കുന്ന മനോഭാവം, വിട്ടുകൊടുക്കുന്ന മനോഭാവം. നീ ചെയ്യ്, ഹല്ലേലൂയ! നീ കഴിക്കുക, നീ എടുത്തോ, ഹല്ലേലൂയ! അപ്പോൾ ഒരു പ്രശ്നങ്ങൾ അവിടെ ഇല്ല. ഹല്ലേലൂയ! ഭയങ്കര ഐക്യത, ഭയങ്കര നിഷ്കളങ്കത, ഒരു പ്രാർത്ഥിക്കുന്നവനെ ആ സ്വഭാവം ഉണ്ടാവും. വ്യക്തിപരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവന് ഇത് ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല, പഠിപ്പിക്കേണ്ട കാര്യമില്ല, കൗൺസിൽ ചെയ്യേണ്ട കാര്യമില്ല, ഉപദേശിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥന റൂമിനകത്തിരിക്കുന്നവന്, മുട്ടിന്മേൽ ഇരിക്കുന്നവന് ആരും ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, ആരും അവനെ ശാസിക്കേണ്ട കാര്യമില്ല. അവൻ വേദപുസ്തകം എടുത്ത് വായിച്ച് ധ്യാനിച്ച് അവൻ യേശുവിന്റെ സ്വഭാവമുള്ളവനായി മാറും. നിഷ്കളങ്കത അവനിൽ വെളിപ്പെടും, കരയുന്ന സ്വഭാവം വെളിപ്പെടും. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്! നമ്മളൊക്കെ പണ്ട് കരയുന്ന സ്വഭാവമല്ലായിരുന്നു, പ്രതികരിക്കുന്ന സ്വഭാവമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളിൽ അഭിഷേകം വരുമ്പോൾ എന്ത് കേട്ടാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടെന്നതിനർത്ഥം. ഹല്ലേലൂയ! പിന്നെ ആടിൻ്റെ മറ്റൊരു ഇതാണ്, അത് ഒരിക്കലും താഴെ നിന്നൊന്നും കഴിക്കാനല്ല ആഗ്രഹിക്കുന്നത്. ഈ ആടിന് മാത്രം എന്ത് ചെയ്യും? നമ്മൾ ചെന്ന് എന്ത് ചെയ്യും? ഈ പ്ലാവിൻ്റെയും അതിൻ്റെയൊക്കെ ഇങ്ങനെ വെട്ടിക്കൊണ്ടുവന്ന് എന്ത് ചെയ്യും? കെട്ടിത്തൂക്കിയിട്ട് കൊടുക്കും. പശുവിനെ പോലെയല്ല, മറ്റുള്ള മൃഗങ്ങളെ പോലെയല്ല, അതിങ്ങനെ ഉയരത്തിന്ന് കഴിക്കാൻ താല്പര്യമാണ്. ഹല്ലേലൂയ! എത്ര പേർക്ക് താല്പര്യമുണ്ട് ഉയരത്തിന്ന്? പറഞ്ഞാട്ടെ, ഞാൻ ഉയരത്തിന്ന് പ്രാപിക്കാനാണ് എന്നെ ദൈവം വിളിച്ചത്. ഓരോ നാളും ഓരോ ദിവസവും അതിരാവിലെ നീ എഴുന്നേൽക്കുമ്പോൾ, നീ ബൈബിൾ എടുത്ത് തുറന്ന് വായിക്കുമ്പോൾ ഉയരത്തിൽ നിന്നും ചില അരുളപ്പാടുകളും ചില വെളിപ്പാടുകളും ചില ആലോചനകളും, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, ഏത് ഡ്രസ്സ് ഇടണം, എന്ത് കഴിക്കണം, ആരെ വീട്ടിൽ പോകണം, ആരോട് സംസാരിക്കണം, ആരോട് സുവിശേഷം പറയണം, ഏത് ആത്മാക്കളെ നേടണം, ആരോട് ക്ഷമ ചോദിക്കണം, ആർക്കെങ്കിലും കൊടുക്കാനുള്ള പൈസ കൊടുക്കാണ്ടെങ്കിൽ കൊടുക്കാൻ ഒക്കെ ആത്മാവ് നിനക്ക് ബുദ്ധി ഉപദേശിക്കുന്ന സദൃശവാക്യങ്ങളും സങ്കീർത്തനങ്ങളും, ഹല്ലേലൂയ, സ്തോത്രം, നിനക്ക് ദൈവത്തിന്റെ ആത്മാവിൽ വചനം വായിക്കുമ്പോൾ ആലോചന. അതാ ഒരു ദൈവവേദന്റെ പ്രത്യേകത. അത് ഫ്രഷ് ആയതേ കഴിക്കത്തുള്ളൂ, അത് ഉണങ്ങിയത് കഴിക്കത്തില്ല. കഴിഞ്ഞ നാടുകളിൽ കിടക്കുന്നത് ഉണങ്ങിയ പുല്ല് കഴിക്കുന്നതല്ല, പച്ചയായ കുഴ കഴിക്കുന്ന, പച്ചയായ ആഹാരം കഴിക്കുന്ന, പച്ചയായ ഹല്ലേലൂയ ഉയരത്തിലുള്ള നന്മ, അന്നുള്ള ഫ്രഷ് ആയത് കഴിക്കുന്ന ഒരു സ്വഭാവം. ഈ ചീഞ്ഞതൊന്നും കഴിക്കത്തില്ല. ഹല്ലേലൂയ! ചീഞ്ഞതും വഴുത്തതും അഴുകിയതൊന്നും കഴിക്കത്തില്ല. അത് ഫ്രഷ് ആയത് കഴിക്കത്തുള്ളൂ, അത് ഉയരത്തി എന്നുള്ളതേ കഴിക്കത്തുള്ളൂ. ഇന്ന് പകൽ ദൈവദാസന്മാരെ അത് നിന്റെ ജീവിതത്തിൽ പകർത്തിയെടുത്തോ. അതിരാവിലെ നീ ദൈവത്തെ അന്വേഷിക്കുന്ന, അതികാലത്ത് നീ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായി മാറിയാൽ ഒരു പാഷന്മാരെ നിന്റെ തലയെ കൈവയ്ക്കാൻ നീ ക്യൂ നിൽക്കേണ്ടി വരത്തില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതം പച്ചപ്പുള്ള ജീവിതമായി മാറും. അവൻ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും,
ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ നീ ഇരിക്കും. പച്ചയായ പുൽപ്പുറങ്ങളിൽ നീ കിടക്കും. സ്വസ്ഥതയുള്ള വെള്ളത്തിന് രേഖത്തേക്ക് ദൈവം നിന്നെ നടത്തും. 23-ാമത്തെ സങ്കീർത്തനം പറയുകയാണ്, പച്ചയായ പുൽപ്പുറങ്ങളിൽ, ഉണങ്ങിയ പുൽപ്പുറങ്ങളിലല്ല, എന്റെ ദൈവം നിന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ. വചനം രാവകൾ ധ്യാനിക്കുന്നവനെ അവൻ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ എവിടെ പോയാലും നീ അനുഗ്രഹിക്കപ്പെടും. നീ ഉയർച്ച പ്രാപിക്കും, നീ നന്മ പ്രാപിക്കും, നീ അനുഗ്രഹിക്കപ്പെടും, നീ പരാജയപ്പെടുകയില്ല. ഒറ്റ വഴി, ദൈവത്തെ നോക്കുക, പ്രാപിക്കുക. അന്നുള്ള മന്ന അന്നത്തെ മന്ന, ഓരോ ദിവസവും ആവശ്യമായ ആത്മീക മന്ന നിന്റെ കരങ്ങളിൽ നിന്നിലേക്ക് പകരുന്ന ഒരു ആത്മാ ദൂതൻ, ഒരു ആത്മാ മണവാളൻ, ആ മണവാളനെ മുറുകെ പിടിക്കുന്ന മണവാട്ടിയായി. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മറ്റൊരു ഇതാണ്, ആരും ഉപദ്രവിക്കില്ല. പറഞ്ഞാട്ടെ, ആരും ഉപദ്രവിക്കില്ല. ആട് ഒരു വില്ലനല്ല, പോത്തല്ല, കാട്ടുപോത്തല്ല. കാട്ടുപോത്തിന്റെ സ്വഭാവവും വെട്ടുപോത്തിന്റെ സ്വഭാവവും കുതിരയുടെ സ്വഭാവവും ചവിട്ടുന്ന സ്വഭാവം ഒന്നും ഇതിനില്ല. ഹല്ലേലൂയ. ഇത് വളരെ സാധുവായ ഒരു മൃഗമാണ്. ഉപദ്രവിക്കുന്ന സ്വഭാവം. ചില മുട്ടാടുകൾ മാത്രം എന്ത് ചെയ്യും? ആടുകളുണ്ട്, മുട്ടാടും ഉണ്ടല്ലേ. ചില മുട്ടാടുകളുണ്ട്, അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചവിട്ടി ഇടുകയും ഒക്കെ ചെയ്യും. അതിനെയാണ് പിടിച്ച് അറക്കാൻ കൊടുക്കും കുറച്ചു കഴിയുമ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നല്ല ആടുകളെയൊക്കെ അങ്ങ് നിർത്തിയിരിക്കും നമ്മൾ. പക്ഷെ പ്രശ്നമാണെന്ന് കണ്ടാൽ ഇറച്ചിക്കാരൻ വരും, വില പറഞ്ഞ് നമ്മൾ ഇതിനെ കൊണ്ട് നിവൃത്തിയില്ല. അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും വന്ന് ഇടിക്കുന്നത്. കൂടെ നിൽക്കുന്ന ആടുകളെയും ഇടിച്ച് തള്ളിയിട്ട് ഒരു ഭയങ്കര റൗഡിയാ പുള്ളി. നമുക്കന്ന് എന്ത് ചെയ്യാം? അതാണ് പൗലോസ് കൊരിന്ത്യ സഭയ്ക്കകത്ത് ഒരു മുട്ടാട് ഭയങ്കര ബഹളം. ഇപ്പൊ പാഷനെ അടിക്കണം, പൗലോസിനെ അടിക്കണം. പൗലോസ് പറഞ്ഞ് ഇപ്പൊ തന്നെ, കർത്താവെ, ഇവനെ പിശാചിന്റെ കയ്യിലോട്ട് ഞാൻ ഏൽപ്പിക്കുക. അവന്റെ പിന്നെ ചരിത്രം പോലും ഇല്ല, അവന്റെ കാര്യം എന്തായെന്ന് അറിഞ്ഞുകൂടാ ആർക്കും. നാലേല് യൂത അങ്ങനെ തന്നെ. ദൈവം പറഞ്ഞു, പാവം കൂടെ നടന്നവനെ എന്ത് ചെയ്യാം, പിശാച് കൊണ്ടങ്ങ് പോയി. അപ്പൊ ചില മുട്ടാടുകളുണ്ട്, അവരെ കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചില ആടുകളുണ്ട്, അതാരും ഉപദ്രവിക്കുന്നതല്ല. ഉപദ്രവിക്കുന്ന സ്വഭാവം അതിനില്ല. അതിന് സ്നേഹിക്കാനേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽ അങ്ങനെയുള്ള ആടുകൾക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ അങ്ങനെയുള്ള ചില ആടുകൾക്കായി ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വിമാനപക്ഷമാനപരീവ. ഹല്ലേലൂയ. ചില ആടുകൾ, അടുത്ത ഒരാടിന്റെ പ്രത്യേകതയാണ്, ഹല്ലേലൂയ, അഴുക്ക്, തന്റെ ശരീരത്തിന് ഒരു അഴുക്ക് പുരണ്ടു കഴിഞ്ഞാൽ ഈ ആടിന് അത് ഇഷ്ടപ്പെടത്തില്ല. പന്നിക്ക് അങ്ങനെയല്ല. ഹല്ലേലൂയ. മറ്റൊന്നിനും ഇത് ചെളി കിടന്ന് ഉരുളുന്ന ചില മൃഗങ്ങളുണ്ട്. പക്ഷെ അതുപോലെ ചെളി കണ്ട ഉരുളുന്നതല്ല ഈ ആട്. എന്തെങ്കിലും തൻ്റെ ശരീരത്തിൽ ഒരു ചെറിയ അഴുക്ക് പറ്റിയാൽ ആട് ചെന്ന ഒരു ചുവരിലോട്ട് ചാരി നിന്നത് തേച്ച് അതിനെ എടുത്തു കളയുന്ന ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇന്ന് പകൽ നിന്റെ അകത്ത് കിടക്കുന്ന, ആഴത്തിൽ കിടക്കുന്ന ചില കയ്പിന്റെ, വിരോധത്തിന്റെ, വൈരാഗ്യത്തിന്റെ, പകയുടെ, ചില ചെളിയുടെ സ്വഭാവങ്ങൾ ഇന്ന് പകൽ അത് കൊണ്ടു നടക്കാനല്ല, അത് കഴുകിക്കളയാൻ, അത് യേശുവിന്റെ രക്തത്താൽ കഴുകിക്കളഞ്ഞ് വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു നല്ല ഗുണമുള്ള ഒരാടായി മാറാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനാ നമ്മളത് വിളിച്ചിരിക്കുന്നത്. അഴുക്ക് കൊണ്ട് നടക്കരുത്. പറഞ്ഞാട്ടെ, അഴുക്ക് കൊണ്ട് നടക്കുന്നത്, അഴുക്ക് കൊണ്ട് നടക്കുന്ന ആരെങ്കിലും നിന്റെ അടുക്കൽ വന്ന് ഹല്ലേലൂയ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ നോക്കി കണ്ണ് ഇങ്ങനെ, രണ്ട് ഉണ്ട കണ്ണ് ഇങ്ങനെ, ഇല്ലാത്ത കണ്ണ് വെളിയിൽ ചാടി നോക്കുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സംസാരിക്കുകയോ, ശാസിക്കുകയോ, മുറുമുറുക്കുകയോ, ഇങ്ങനെ പിന്നെ എന്തുവാ ചുണ്ടൊക്കെ കോട്ടി കാണിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അഴുക്ക് പിടിച്ചു ഇരിക്കുകയാണ്. നമ്മൾ അതിനൊന്നും ഒന്ന് പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഇത് അഴുക്ക് അവർ തന്നെ സ്വന്തമായിട്ട് കഴുകണം. അവർ തന്നെ ഈ അഴുക്കും കൊണ്ട് നടക്കുന്നവരുണ്ട്. അഴുക്ക് കളയാൻ താല്പര്യമില്ല, എന്താണെന്നറിയില്ല. ആ അഴുക്കിനെ കഴുകിക്കളയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതാ ആട്. അതാ ദൈവത്തിന്റെ ആടെന്ന് പറയുന്നത്. അതാ വചനം പറഞ്ഞ, ദിനം പ്രതി കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് നിന്റെ സകല ലംഘനങ്ങളും അകൃത്യങ്ങളും അതിക്രമങ്ങളും നിന്റെ എല്ലാം കർത്താവിന്റെ സന്നിധി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് പുതുതായി ജനിച്ച്
പുതിയ ജനനം ജനിക്കണം, പുതുതായി ജനിക്കണം, പുതുതായി മാറണം, മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. വർഷങ്ങൾക്ക് മുമ്പുള്ള മാനസാന്തരമല്ല പറയുന്നത്. ദിനം പ്രതി ദൈവവചനം അകത്ത് കയറിയാൽ, അത് ഒഴുകി പോകാതിരുന്നാൽ, അത് സംഗ്രഹിച്ച് വെച്ചാൽ, ആ വചനം നിന്റെ അകത്ത് പരിവർത്തിച്ച് വെള്ളത്തിന്മേൽ ആത്മാവ് പരിവർത്തിക്കുന്നത് പോലെ നീ പറയുന്നതില്, നിന്നെ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അഭിഷേകം നിന്നോട് സംസാരിച്ച്, ഇത് മാറ്റ്, ഇത് ശരിയല്ല, മാപ്പ് പറ, മാനസാന്തരപ്പെട, ഏറ്റുപറ. കുറ്റബോധം, കഠിന ഹൃദയമായി കഴിഞ്ഞാൽ കുറ്റബോധം ഇല്ലാതായി മാറും. നമ്മൾ ചെയ്യുന്ന ഒന്നിനെ കുറിച്ച് നമുക്കൊരു കുറ്റബോധം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ഡേഞ്ചറാണ്. പിന്നത്തേതിൽ അത് നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ. അത് ഹല്ലേലൂയ. മാനസാന്തരത്തിന്റെ അനുഭവം എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. എന്താണ്? ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളോട് പരിശുദ്ധാത്മാവ് നീ പറഞ്ഞത് തെറ്റാണ്, നീ ചെയ്തത് തെറ്റാണ്, സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ തിരിച്ചറിഞ്ഞ്, അയ്യോ അതിനെ ന്യായീകരിക്കാതെ, അതിനെ നീതീകരിക്കാതെ, ആ തെറ്റുകുറ്റങ്ങൾ ആര് പറഞ്ഞാലും, ഒരു വ്യക്തി, ഒരു കൊച്ചു കുഞ്ഞു വന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തത് ശരിയായി, നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല, അങ്ങനെയാണോ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നത്തേതിൽ അതിനെക്കുറിച്ച് മാനസാന്തരത്തിന്റെ ഒരു അനുഭവം വരുമ്പോൾ, ഹല്ലേലൂയ, അത് നല്ലൊരു ഗുണമാണ്. നമ്മുടെ ഹാർട്ടിന് അത് നല്ലതാണ്. ഹല്ലേലൂയ. നമ്മുടെ നല്ല ഹൃദയം സൂക്ഷിക്കും. നമ്മുടെ ഹൃദയത്തെ, ഏതൊരു വിശ്വാസിയും ഏതൊരു വ്യക്തിയും നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുക. ഹല്ലേലൂയ. കാരണം നല്ല ഹൃദയം, ഒരു മാനസാന്തരത്തിന്റെ ഫലമുള്ള ഹൃദയം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ദീർഘായുസുള്ളവനായിരിക്കും. ഹല്ലേലൂയ. നീ ദീർഘായുസുള്ളവനായിരിക്കും. നീ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. നിന്റെ തല കുനിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ അങ്ങനെ ഒരു ക്വാളിറ്റിക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരിക്കലും ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അകൃത്യങ്ങളും അതിക്രമങ്ങളും അതിനെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞ് നിന്റെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ എന്റെ ദൈവം യേശുവിന്റെ രക്തത്താൽ നിന്നെ കഴുകി ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദിവസങ്ങളാണത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മറ്റൊരു ഗുണമാണ് ഈ ആടിനുള്ളത്. ഈ ആടിന് ഒറ്റയ്ക്ക് നടക്കാൻ അറിയത്തില്ല, ആരെങ്കിലും അതിനെ നടത്തണം. ഹല്ലേലൂയ. ഒരു ഇടയൻ അതിന് വേണം. ആ ഇടയന്റെ കയ്യിലൊരു കോലുണ്ട്, വടിയും കോലും ഉണ്ട്. ഹല്ലേലൂയ. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഈ ആടുകൾ ഇങ്ങനെ നടക്കുമ്പോൾ എപ്പോഴും ആടുകളുടെ ചെവി ഇങ്ങനെ ആടുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ ആട് എന്താ ചെവി ആട്ടിക്കൊണ്ടിരിക്കുന്നത്? ഈ ഇടയന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി എങ്ങോട്ട് പോകണം, ഇടത്തോട്ട് പോകണം, വലത്തോട്ട് പോകണം, ഫ്രണ്ടിൽ കുഴിയുണ്ടോ, അതിനൊരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഈ കാളകളെയൊക്കെ കെട്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ കാളയെ കെട്ടി പൂട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ കാളയ്ക്കൊരു ഉത്സാഹം വരാൻ വേണ്ടി ഒരു ശബ്ദം പുറപ്പെടുവിക്കും, അല്ലേ? എന്തോന്ന് കീറുകീറന്ന് പണ്ട് അതുപോലെ നിങ്ങളും പുറപ്പെടുവിക്കും, എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ മാത്രമേ നമുക്കും എന്ത് ചെയ്യല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. എന്നതുപോലെയാണ് നമ്മളെല്ലാവരും. നമ്മൾ ഒറ്റയ്ക്ക് നടക്കാൻ നമ്മൾ അറിയത്തില്ല. പിന്നെ കർത്താവ് യേശുവിനെയും കൊണ്ട് കുഞ്ഞുനാളിൽ 12 വയസ്സൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു? അപ്പനും അമ്മയും കൊണ്ടുപോയി, ആലയത്തിൽ കൊണ്ടുപോയി. പക്ഷേ 3 ദിവസം വരെ അപ്പനും അമ്മയും എന്തറിഞ്ഞില്ല? യേശു കൂടെ ഇല്ലാത്ത കാര്യം അറിഞ്ഞില്ല. വചനം പറഞ്ഞു 3-ാമത്തെ ദിവസമാണ് അപ്പനും അമ്മയ്ക്ക് ബോധമുണ്ട്. എൻ്റെ മോനെവിടെ? ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? അപ്പനും അമ്മയും അങ്ങനെ ചെയ്യുമോ? നമ്മളെ കൈ വിട്ടിട്ട് ഓടുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? അലറി വിളിച്ച് അവിടെ എല്ലാം ഓടി കിടക്കും. എൻ്റെ മോനെ കണ്ടോ, ഒരു ഉത്സവം വന്നു, എന്നൊക്കെ നല്ല തിരക്ക് വന്നു. ഇപ്പം ലുലു മാളിൽ പോയി, ഭയങ്കര ജനം. നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ പിടി മക്കളോട് പറയും, എൻ്റെ കൈ പിടിച്ചോളണം, അങ്ങോട്ടും ഞാൻ മാറരുത്, എങ്കിൽ നിന്നെ കിഴിക്ക് ഞാൻ റെഡിയാക്കും എന്നൊക്കെ പറയും, അല്ലേ? പക്ഷെ അതെന്താണ് നമ്മൾ പറയുന്നത്? അവനെ ബോധമില്ലാത്ത ഇവന് നമ്മൾ ബോധമുള്ള നമ്മളിവനെ എന്ത് ചെയ്യുക? നമ്മളെ വിടാതെ വരും. കാരണം ഈ കുഞ്ഞിന് വരും വരായികളെ കുറിച്ച് അവൻ അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ജീവിതം കണ്ടവരായ നമുക്കറിയാം, വരും വരായികൾ അറിയാവുന്നത് കൊണ്ട് നമുക്കെപ്പോഴും പിള്ളേരെ കാണുമ്പോൾ പേടിയാ. അങ്ങോട്ട് പോകരുത്, അവിടെ എത്തി നോക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവർക്ക് കരയാനേ അറിയത്തുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് അവർ നിഷ്കളങ്കര. അവർക്ക് നാളെ കുറിച്ച് അറിയത്തില്ല, എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. പക്ഷെ വിവരമുള്ള ബോധമുള്ള അപ്പനും അമ്മയും അവരെ കൈ പിടി വിടാതെ കൊണ്ട് നടക്കും. കൈ ഇങ്ങനെ പിടി വിടാതെ കൊണ്ട് നടക്കുന്ന പിള്ളേരാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നെ തുടരുത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവരൊരു സമയമാകുമ്പോൾ പിന്നെ നമ്മളെ കൈ പിടിക്കാൻ ചെന്നാൽ
നിന്ന് തരത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പക്ഷെ അപ്പനും അമ്മയും 3 ദിവസം യേശു ഉള്ള കാര്യം അറിഞ്ഞില്ല, യേശു പോയ കാര്യം അറിഞ്ഞില്ല. എന്നതുപോലെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ചിലപ്പോ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കും എല്ലാം തികഞ്ഞു, എല്ലാം ഉണ്ട്, അഭിഷേകമുണ്ട്, കൃപാവരമുണ്ട്, പ്രസംഗിക്കുമ്പോൾ നല്ല തീയൊക്കെ വരുന്നുണ്ട്, പുകയൊക്കെ ഉണ്ട്. പക്ഷെ പലതും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ നമ്മളെ വിട്ടിട്ട് കർത്താവ് പോയിട്ട് വർഷങ്ങളായി കാണും. ഈ വർഷങ്ങളായതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഹൃദയം കഠിനമായിക്കൊണ്ടേയിരിക്കും. നമ്മൾ പിന്നെ മാനസാന്തരത്തിന്റെ സ്വഭാവവും ഫലവും നമുക്ക് കാണത്തില്ല. കർത്താവ് വിട്ടിട്ട് പോയവരുടെ ഏറ്റവും വലിയ സൈനാണ് ചെയ്യുന്ന കാര്യം എത്ര പറഞ്ഞാലും എത്ര നമ്മൾ ഉപദേശിച്ചാലും ഇവർ വീണ്ടും 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 പഴയത് ആവർത്തിച്ച് കഠിനമാക്കി, ഹൃദയം കഠിനമാക്കി മറുതലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ വിട്ട് യേശു മാറിയിട്ട് വർഷങ്ങളായെന്ന് അർത്ഥം. എന്നാൽ നിന്റെ കൂടെ യേശു ഉണ്ടെങ്കിൽ ആടിനെ പോലെ ചെവി ഇങ്ങനെ വെട്ടി 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 വെട്ടിയിരിക്കും. എൻ്റെ അടിമനാഥന്റെ ശബ്ദം കേട്ടിട്ടല്ലാതെ എനിക്ക് ഒരു ദിവസം പോലും മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റത്തില്ല. എൻ്റെ ദൈവമേ, എന്നോട് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ കർത്താവേ, എന്നോട് അങ്ങ് സംസാരിക്കണമേ. എനിക്ക് അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണം, എനിക്ക് മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കണം. നാളെ എവിടെ പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഏത് വിദ്യാലയത്തിൽ അഡ്മിഷൻ എടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല, ഏത് ബിസിനസ് തുടങ്ങണമെന്ന് എനിക്ക് അറിയത്തില്ല, ഏത് സ്ഥലത്ത് പോകണമെന്ന് അറിയത്തില്ല, എവിടെ ഏത് വാഹനം വാങ്ങിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ദൈവശബ്ദം കേൾക്കാൻ താല്പര്യമുള്ളവനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവന് ദൈവശബ്ദം ആലോചന കേൾക്കേണ്ട കാര്യമില്ല. അവന്റെ പവറിലാണ് ജീവിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ മഹത്വത്തിൽ ജീവിക്കുന്നവന് അവൻ പറയും, എൻ്റെ ദൈവമേ, എനിക്ക് അങ്ങ് സംസാരിക്കണം, എനിക്കങ്ങ് ആലോചന പറഞ്ഞു തരണം, എന്നെ ദൈവം ആലോചന അരുളപ്പാടും പറഞ്ഞ് നടത്തണം. അവർ ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ അടുക്കൽ വരും. അവര് പറയും, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ഇന്ന സ്ഥലം നോക്കണമെന്നുണ്ട്, വാങ്ങിക്കണമെന്നുണ്ട്, അത് ദൈവഹിതമാണോ? ഒരു വാഹനം വാങ്ങിക്കണമെന്നുണ്ട്, ദൈവഹിതമാണോ? ഇന്ന സ്ഥലത്ത് ഞാൻ പോകാൻ പോകുന്നത് ദൈവഹിതമാണോ? ഒരു ജോലി വന്നിട്ടുണ്ട്, അത് ദൈവഹിതമാണോ? ഇതാ ക്വാളിറ്റി, ഇതാ നല്ല ആടിന്റെ ക്വാളിറ്റി. നല്ല ആടിന്റെ ക്വാളിറ്റി അരുളപ്പാടിന് വേണ്ടി കാത്തു നിൽക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം വിട്ടിട്ട് കളഞ്ഞിട്ട് പോയി, കർത്താവ് പിന്നെ വിട്ടിട്ട് പോയിട്ട് മാസങ്ങളായവന്, വർഷങ്ങളായവന് അവൻ പറയും, എനിക്ക് ഒരുത്തൻ്റെയും അരുളപ്പാടും വേണ്ട, എനിക്ക് ആലയത്തിൽ വരേണ്ട കാര്യമില്ല, ആരാധനയ്ക്കും വരണ്ട, പ്രാർത്ഥനയ്ക്കും വരണ്ട, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം. ഹല്ലേലൂയ, എന്നെ ആരും പഠിപ്പിക്കണ്ട. ഹല്ലേലൂയ. അവന്റെ അകത്തുനിന്ന് ദൈവം പോയിട്ട് വർഷങ്ങളായെന്ന് അതിന്റെ അർത്ഥം. അവന്റെ അകത്തുള്ള ദീപം കെട്ടുപോയിരിക്കുക, വെളിച്ചം കെട്ടുപോയിരിക്കുക, തീ കെട്ടുപോയിരിക്കുക. അവന്റെ പോക്ക് അപകടത്തില, അത് വലിയ കുഴിക്കകത്ത് വീഴാൻ പോവുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അരുളപ്പാടിന്റെ മുമ്പിൽ തലകളെ വണങ്ങി നിന്റെ ചെവി എപ്പോഴും ആ ദൈവ ശബ്ദം കേൾക്കാൻ വേണ്ടി എപ്പോഴും വിട്ടുകൊടുക്കണം. അങ്ങനെ ഡേഞ്ചർ, അങ്ങനെ കേൾക്കുന്നില്ല, എന്തെങ്കിലും സംഭവം ഉടനെ ദിവസം ഇരുന്നോളണം. എത്ര വലിയ ജോലിയും എത്ര വലിയ ബിസിനസ്സും എത്ര വലിയ തിരക്കുകളും എല്ലാം മാറ്റി വെച്ചിട്ട് ചാടി വീണ് ഫാസ്റ്റിങ്ങിലിരിക്കണം. അതാ കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ തക്കവണ്ണം നഷ്ടപ്പെട്ട അഭിഷേകവും കൃപാവരങ്ങളെയും പ്രാപിച്ചുകൊണ്ട് ആ ദൈവശബ്ദം മടക്കി വാങ്ങിച്ചുകൊണ്ട് അഭിഷേകത്തോടെ പുറത്തു വരേണ്ടതിന്, നഷ്ടപ്പെട്ടതിന് അല്ലെ മാനസാന്തരപ്പെടേണ്ടതിന് ഈ നാടുകൾ ദൈവത്തിന്റെ ജനമേ, നീ ദൈവത്തിന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്നാൽ എന്റെ ദൈവം നിനക്കൊരു പുതിയ ഹൃദയം തരും. നിനക്കൊരു പുതിയ ഹൃദയം, മാംസളമായ ഹൃദയം. നിന്റെ കല്ലുപോലുള്ള ഹൃദയത്തെ ദൈവം മെഴുക് പോലെ ഉരുക്കി ഒരു മാംസള ഹൃദയം നിനക്ക് തരും. ഹല്ലേലൂയ. ഇതിനാ ദൈവം നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത്. എന്നെ പറഞ്ഞ അടുത്ത കാര്യം, മാംസളമുള്ള ഹൃദയം. കല്ലുപോലുള്ള ഹൃദയത്തെ പരിശുദ്ധാത്മാവ് മാറ്റി മാംസളമുള്ള ഹൃദയത്തെ തരും. ഈ ഇടയൻ കൂടെ നടന്നാൽ എന്തൊക്കെയാ ഗുണമെന്ന് അറിയാമോ? നമ്മൾ ഒരു കുഴിയിലും വീഴത്തില്ല, ഒരു ചെന്നായും നിന്നെ വലിച്ചു കീറാൻ വരത്തില്ല, ഒരു സിംഹവും നിന്റെ മുമ്പിൽ വന്ന് നിൽക്കത്തില്ല, ഒരു ദുഷ്ട മൃഗങ്ങളും നിന്നെ മേൽ ചാടി വീഴത്തില്ല. അങ്ങനെ ചാടി വീണാൽ ഇടയന്റെ കയ്യിലൊരു കോലുണ്ട്, അതുകൊണ്ട് ഒരൊറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പല്ലെല്ലാം തകർന്ന് നിനക്ക് വിരോധമായി വരുന്ന ഒരു ആഭിചാരവും ഒരു മന്ത്രവാദവും
ഒരു പിശാചും ഒരു ചെന്നായും ഒരു സിംഹവും ഒരു ബാലസിംഹങ്ങളും നിന്നെ തൊടാതെ വണ്ണം ഇന്ന് പകൽ എന്റെ ദൈവം നിന്നെ വിടുവിക്കാൻ പോയാൽ. പാമ്പുകളെ നീ ചവിട്ടും, ബാലസിംഹങ്ങളെ നീ മെതിച്ചു കളയും. അതാ ഇടയൻ കൂടെയുള്ളവന്റെ പ്രത്യേകത. 91-ാമത്തെ സങ്കീർത്തനം 10-14 ഒക്കെ വായിക്കുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എന്റെ ദൈവത്തിന്റെ കൂടെ നീ ചേർന്നിരുന്നാൽ അവൻ നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് തന്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും. അവർ നിന്നെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് നടക്കുന്നവൻ നടക്കേണ്ടി വരത്തില്ല. അവനെ ദൈവം എടുത്തുകൊണ്ട് നടക്കും. അവനെ ദൈവം എടുത്തുകൊണ്ട് നടക്കും. അവനെ ദൈവം കരങ്ങളിൽ വഹിക്കും. അതാ വചനം പറയുന്നത്, നിന്നെ ഞാൻ കരങ്ങളിൽ വഹിക്കും, ഞാൻ നിന്നെ എടുത്തുകൊണ്ട് നടക്കും. ദൈവത്തിന്റെ ഹൈലി ഫേവർ നിന്റെ മേൽ വെളിപ്പെടും. ഏതെങ്കിലും ഒരു ആടിനെ നടക്കാൻ വയ്യ, അവിടെ നിൽക്കുകയാണ്, ഓടി വന്ന് എന്ത് ചെയ്യും? ആ ഇടയൻ വാരി പിടിച്ച് നെഞ്ചോട് ചേർത്ത് നടക്കും. ഹല്ലേലൂയ. അല്ലാതെ വയ്യാന്ന് പറയുമ്പോൾ കാലുടക്കി അടിച്ച് ഒരു കുഴിയിലിട്ടിട്ട് പോവുകയില്ല. ഹല്ലേലൂയ. എടുത്ത് കോരി, പറഞ്ഞിട്ട് കോരി എടുക്കുന്നൊരു ദൈവം, മാറോട് ചേർക്കുന്നൊരു ദൈവം. മനുഷ്യനാണെങ്കിൽ തട്ടിക്കളഞ്ഞിട്ട് പോകും, പക്ഷേ ദൈവം തട്ടിക്കളഞ്ഞിട്ട് പോകുന്നവനല്ല. അവൻ നിന്നെ വാരി കോരി എടുത്ത് നെഞ്ചിൽ ചേർത്ത് വെച്ച് നടക്കുന്ന എൻ്റെ ഒരു ദൈവം ഇന്ന് പകൽ, അതിനാ ദൈവം നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. ദൈവം നിന്നെ എടുത്തുകൊണ്ട് നടക്കാൻ പോകുന്നു. നിന്നെ എല്ലാ മനുഷ്യരും തള്ളിക്കളയും. ഉപയോഗം കഴിയുമ്പോൾ നിന്നെ കരിവേപ്പല പോലെ മനുഷ്യർ തള്ളിപ്പറയും, തള്ളിക്കളയും. പക്ഷെ എൻ്റെ ദൈവം നിന്നെ തള്ളിപ്പറയുകയില്ല, തള്ളിക്കളയുകയില്ല. എൻ്റെ കർത്താവ് നിന്നെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് നിന്നെ അണച്ചുകൊണ്ട് ഓടുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ നീ കാണാൻ പോവുകയാണ്. നീ ഒരു ആടിന്റെ നല്ല ഗുണങ്ങളും ക്വാളിറ്റി ഉള്ള വ്യക്തിയായിരിക്കുകയാണെങ്കിൽ ആത്മാ പറയുന്നു, ഇടയന്റെ ശബ്ദം കേട്ട്, ഇടയന്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിൽ അഭിഷേകം ഇന്ന് പകൽ നിന്നെ കോരി എടുത്തുകൊണ്ട് നടക്കാൻ പോവുക. ഹല്ലേലൂയ. അപ്പൊ ഇടയന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, ഒരു കോലുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്നറിയാമോ? ഈ ആട് എവിടെയെങ്കിലും ചെന്ന് നിന്നാൽ മുകളിലോട്ട് എപ്പോഴും നോക്കുന്നത് എങ്ങോട്ടാ? താഴോട്ട് അവിടെ എവിടെയും കുഴിയിലും അവിടെ ഇവിടെയൊന്നും അല്ല, മറ്റുള്ളവരുടെ വീടുകളിലോ സ്ഥലങ്ങളിലോ അവിടെ ഇവിടെയൊക്കെ നോക്കി അവിടെ അടുത്തിരിക്കുന്നവൻ കൈ അടിക്കുന്നുണ്ടോ ഇല്ലയോ. അവന്റെ കൈയടിച്ചാൽ ആൾക്കാർ കൈയടി, അടുത്തിരിക്കുന്നവൻ കൈയടി കണ്ടിട്ട് ചിരിക്കും, കളിയാക്കി. അടുത്തിരിക്കുന്ന ഭ്രാന്തനാണ്, അവനെന്തിനാ ഇങ്ങനെ കിടന്ന് കൈയടിക്കുന്നത്? എനിക്കങ്ങനെ കൈയടിക്കാൻ വരുന്നില്ലല്ലോ. കല്ലുപോലെ ഹൃദയമുള്ളവൻ എങ്ങനെ കൈയടിക്കാൻ? ഹല്ലേലൂയ. നിന്റെ അടുത്തിരിക്കുന്ന കൈയടിച്ച് ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തി മാംസള ഹൃദയമുള്ളവരാ. അവരെ നോക്കി കല്ലുപോലുള്ള ഹൃദയമുള്ളവൻ വായും നോക്കി ഇരുന്നാൽ നീ അവിടെ ഇരിക്കും. ഹല്ലേലൂയ. നിന്നെ ചന്തം കാണാനല്ല ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. നിനക്ക് വേണം നീ ആരാധിച്ച് ജയം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് പൊയ്ക്കോളണം. അതാണ് ആരാധനാ സ്ഥലം. ആരാധന സ്ഥലം ദൈവത്തെ ആരാധിക്കാനാ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് ഇവിടെ ആളിന്റെ കുറവും എണ്ണം കുറവായതുകൊണ്ട്, ഹല്ലേലൂയ, ഈ ഒഴിഞ്ഞു കിടക്കുന്ന കാലി സീറ്റുകളെ നിറയ്ക്കാനല്ല, നിന്റെ ജീവിതം മാറാൻ, നീ കഷ്ടപ്പെട്ടിട്ട് നടക്കാത്ത കാര്യം നടത്താൻ, നീ എത്തിപ്പിടിക്കാൻ നോക്കിയ പല കാര്യങ്ങളും ഇന്നും നിന്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല. ആ കിട്ടാത്തത് കൊണ്ട് നീ യേശുവിലോട്ട് നോക്കണം. എങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഹല്ലേലൂയ. ഈ ആടുകൾ തുള്ളിച്ചാടിയാണ് നടക്കുന്നത്. സാധാരണ വയ്യേ, എനിക്ക് വയ്യേ എന്ന് പറഞ്ഞുകൊണ്ടല്ല നടക്കുന്നത്. ഹല്ലേലൂയ. ആരെങ്കിലും ഒന്ന് പിടിക്കോ, എന്നെ സഹായിക്കോ എന്ന് പറഞ്ഞുകൊണ്ടല്ല. ചില ആൾക്കാർ ഇവിടെ വരുന്നത്, ആരെങ്കിലും എന്നെ സഹായിക്കോ, എനിക്ക് പൈസയില്ല, അതില്ല, ഇതില്ല. ഇതിനകത്ത് സാമ്പത്തിക വിഷയങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. ആരും ഇവിടെ വന്ന് ഇതിനകത്ത് വരുമ്പോൾ പലരും വന്ന് എന്നെ സഹായിക്കണം, സഭയിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ആൾക്കാരൊക്കെ വന്ന് ഞങ്ങളെ സഹായിക്കണം. ഞാൻ ഇവിടെ വന്ന ഒരു സ്ത്രീയുടെ കണ്ണുനീര് നിലവിളിയും കേട്ട് ഒരു നടുറോടി നിൽക്കുന്നെന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് സഹതാപം കൂടി ഒരു സ്ത്രീയെ സഹായിക്കാൻ പോയി ഇപ്പം ഞാൻ പെട്ടുകിടക്കുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവമാണ് നമ്മളെ സഹായിക്കേണ്ടത്. ദൈവത്തിന് പോലും സഹതാപം തോന്നാത്ത ചില ആൾക്കാരുണ്ട്. മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കാത്ത പലരുമുണ്ട്. അവരൊക്കെ കള്ളന്മാരാണ്, ജോലിക്ക് പോകത്തില്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെടുത്തി കള്ളം പറഞ്ഞും പലതും പറഞ്ഞ് എവിടെയെങ്കിലും ജോലിക്ക് വിട്ട് അവിടെ നിൽക്കത്തില്ല. ഹല്ലേലൂയ. ജോലി ചെയ്യാൻ പിന്നെ മനസ്സില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയുള്ള കള്ളന്മാരെ വിവേചിച്ച് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ സഹതാപം തോന്നേണ്ടത് സഹജീവികളോട്, അഭിഷേകത്തിൽ ആരാധിക്കുന്നവനോടാണ്. നല്ല ഫലമുള്ളവരോട് നിനക്ക് സഹതാപം കാണിക്കണം.
അല്ലാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥിക്കത്തുമില്ല, ആലയത്തിൽ വരാൻ പറഞ്ഞ ആലയത്തിൽ വരത്തുമില്ല. ഏതൊരു ദൈവമായിട്ട് ബന്ധമില്ലാത്തവനോട് സഹതാപം തോന്നേണ്ട കാര്യം നമുക്കില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ആടുകൾ എത്തിപ്പിടിക്കാൻ നോക്കിയിട്ട് അതിൽ പറ്റാത്തപ്പോൾ നേരെ ആരെ നോക്കും? ഇടയനെ നോക്കി ഒന്ന് രണ്ട് ശബ്ദമൊക്കെ പുറപ്പെടുവിക്കും. നല്ല രസമാണ് ആ ശബ്ദം കേൾക്കാൻ. അത് നമുക്കിവിടെ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ കാണിക്കാമായിരുന്നു, പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ ഇടയനംഗ ഹൃദയം നമ്മളെ ചോക്ലേറ്റ് വാങ്ങിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ ഞാൻ ഉരുകി വീഴുന്നത് പോലെ, അല്ലെ ഐസ്ക്രീം പോലെ ഹൃദയം, എൻ്റെ കർത്താവിൻ്റെ ഹൃദയം ഉരുകി വീഴാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പതുക്കെ കയ്യിൽ വടിയുണ്ട് എത്തി പിടിച്ചിഞ്ഞപ്പെടും. ഹല്ലേലൂയ. അതാണ് എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത. നിന്നെ കൊണ്ട് സാധിക്കാത്തത്, നീ എത്തിപ്പിടിക്കാൻ നോക്കിയിട്ട് പറ്റാത്തത്, നീ എത്ര ചാടിയിട്ടും കിട്ടാത്ത ചിലതിനെ ഈ 2022 എന്റെ ദൈവം ചായച്ച് നിന്റെ വായിലോട്ട് വെച്ചു തരുന്നത് പോലെ എന്റെ കർത്താവ് നിനക്കായി ഇറങ്ങി വന്ന് നീ അരുമനാഥനായ എന്റെ ദൈവത്തിനൊന്ന് ആശ്രയിച്ച് കെട്ടിപ്പിടിച്ചോ. ആ കർത്താവിനെ നോക്കി ഒന്ന് കരയ, ആ ദൈവത്തിനെ ഒന്ന് നോക്ക. ആ എങ്കിലേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയില്ല. സിംഹക്കുട്ടികൾ വരെ വിശന്നിരിക്കും, പക്ഷെ യഹോവയെ അന്വേഷിക്കുന്നവന് ഒരു കുറവും ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ കരങ്ങളെ ചേർത്തടിച്ച് ഓ ഹല്ലേലൂയ. മഞ്ഞുപോലെ ഹൃദയം, എന്റെ ദൈവത്തിന്റെ ഹൃദയം. ദൈവത്തിന്റെ പൈതലെ, നീ ഒന്ന് നോക്കിയാൽ, നീ ഒന്ന് കരഞ്ഞാൽ, നീ ഒന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ എന്റെ കർത്താവിന്റെ ഹൃദയം. അതാ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത. ചാടിപ്പിടിക്കാൻ പറ്റാത്ത, എത്തിപ്പിടിക്കാൻ പറ്റാത്ത. ഞാൻ പറയട്ടെ, ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്ക്, നിങ്ങൾ ജനിച്ച കുടുംബത്തിന്റെ സ്ഥിതിയോ, നിങ്ങൾ വളർന്ന സാഹചര്യമോ, നിങ്ങളുടേതായ അടിസ്ഥാനപരമായ നിങ്ങളുടെ വരുമാന മാർഗങ്ങളോ, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലങ്ങളോ, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകളോ വെച്ചാൽ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ചിലതിനെ ഈ സീസണിൽ ദൈവം പറയുന്നു, ആ ഒരു വലിയ ഉയർച്ച, ഒരു ഹയർ ലെവലിലോട്ട്, ഒരു ഉന്നതമായ വിളിയിലോട്ട്, ഉന്നത ലെവലിലോട്ട്, ഉന്നതമായ നിലവാരത്തിലോട്ട് എന്റെ ആത്മാവ് നിന്നെ, ചിലരെ ആത്മാവ് എടുത്തുകൊണ്ട് പോകാൻ പോവുകയാണ്. എന്റെ കർത്താവ് പറയുകയാണ്, ചിലരെ ഉന്നത വിളി, ഉന്നത വിളി, ഉന്നത വിളി, ഹയർ ലെവലിലോട്ട്. ഒരു യോഗ്യതകളുമില്ലാത്ത നിന്നെ എന്റെ ദൈവം ഉന്നതങ്ങളിൽ എത്തിക്കാൻ സമയമായി. ഓ ജീസസ്. എന്റെ കർത്താവ് ചിലരത് ചെയ്യാൻ പോവുകയാണ്, ചെയ്യാൻ പോവുകയാണ്. ഉന്നത വിളിയാൽ വിളിച്ചു നിന്നെ, ഉന്നതമായ അഭിഷേകം, ഉന്നത വിളി, ദൈവകൃപ. എന്റെ ദൈവം പറയുന്ന ആ വലിയ ഹയർ ലെവലിൽ, ഹയർ ലെവലിൽ, ഹയർ ലെവലിൽ, ഹയർ ലെവലിൽ, ഹയർ കോളിംഗ്, ഹയർ അനോയിന്റിംഗ്, ഹയർ പൊസിഷൻ. യെസ്, പ്രാപിച്ചോ. എടുത്ത് പൊക്കാൻ പോവുക. ദൈവം നിന്നെ കരങ്ങളിൽ എടുത്ത് പൊക്കാൻ പോകും, തോളിലെടുത്ത് വെക്കാൻ പോകും. നിനക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ജോലി, വരുമാന മാർഗം, ശമ്പളം എന്റെ ദൈവം നിനക്ക് തരാൻ പോവുക. ഹൈ സാലറി. യെസ്. നിനക്ക് ഒരിക്കലും സ്വപ്നം കാണാത്ത വീടുകൾ, നിനക്ക് സ്വപ്നം കാണാത്ത രാജ്യങ്ങൾ, നീ സ്വപ്നം കാണാത്ത പൊസിഷൻ, നിനക്ക് സ്വപ്നം കാണാത്ത ജോലി, നീ സ്വപ്നം കാണാത്ത സാമ്പത്തിക മേഖലകൾ ഇന്ന് പകലെന്റെ ദൈവം തുറക്കാൻ പോവുക. ഓ ജീസസ്. Yes, 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 yes. Fire, 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 fire. തീ അങ്ങോട്ട് വ്യാപരിക്കട്ടെ, ആത്മാവിന്റെ തീ അങ്ങോട്ട് ഇറങ്ങട്ടെ. നിന്റെ ജീവിതം മാറാൻ പോകുന്നു, നിന്റെ ലെവല് മാറാൻ പോകുന്നു. യെസ്, മൾട്ടിപ്ലിക്കേഷൻ ഗ്ലോറി വെളിപ്പെടാൻ പോകുന്നു, വർദ്ധിച്ച് പെരുകാൻ പോവുകയാണ്. നീ നിന്റെ സന്തതികളും വർദ്ധിച്ച് പെരുകാൻ പോകുന്നു. ദൈവസഭ വർദ്ധിച്ച് പെരുകാൻ പോകുന്നു. ആരാധനകൾ വർദ്ധിച്ച് പെരുകാൻ പോകുന്നു. യെസ്, ആത്മാക്കളുടെ എണ്ണങ്ങൾ വർദ്ധിച്ച് പെരുകാൻ പോകുന്നു. യെസ്, യെസ്, യെസ്. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ ദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങുകയാണ്. ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്,
യെസ്, എന്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ എടുക്കാൻ പോകുന്നു. എന്റെ ദൈവം നിന്റെ കരങ്ങളിൽ എടുക്കാൻ പോകുന്നു. എന്റെ കർത്താവിന് ചിലരോട് ഇഷ്ടം തോന്നാൻ പോകുന്നു. എന്റെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി ഇതിനകത്തുനിന്ന് ചിലരെ എന്റെ ദൈവം കരങ്ങളിൽ എടുക്കാൻ. Hallelujah. Oh Jesus. Hallelujah. ഉൽപ്പത്തി 49:22 മുതൽ 26 വരെ വെച്ച് പെട്ടെന്ന് വായിക്കാം. ഒരു വെളിപ്പാട് വരിക പറഞ്ഞു വായിച്ചു. ഫലപ്രദമായൊരു വൃക്ഷം. യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം. നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം. നീരുറവിന്റെ അരികിലാ യോസേഫിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. മതിലിന്റെ മേൽ അതിന്റെ കൊമ്പുകൾ പടരും. വില്ലാളികൾ. ഇത് എനിക്കുള്ള ദൂതാണെന്ന് കേട്ടോണ്ടിരുന്നോ? ഈ ഹല്ലേലിയെ പറഞ്ഞ് ആമേനൊക്കെ പറയുന്നവര് ഇങ്ങനെ ഇതെന്താ വട്ടാണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കാതെ ആമേൻ സ്തോത്രം, ഇത് എനിക്കുള്ളതാ. വായിച്ചോ. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ നിൻ പിതാവിന്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തൻ തന്നെ അവൻ മീതെ ആകാശത്തിന്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിന്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിന്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇത് ആരോട് പറയുന്നത്? യാക്കോബ് തന്റെ മക്കളെല്ലാം പിന്നെ താൻ മരിക്കാൻ സമയമാകുമ്പോൾ ഭക്തനായ ദൈവദാസന് മനസ്സിലായി ഞാൻ മരിക്കാൻ പോവുകയാണ്. മക്കളെ എല്ലാവരും വരാൻ പറഞ്ഞു. അന്ന് ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നവർ കാണുമോ? ഭക്തന്മാരല്ലെങ്കിൽ ശുശ്രൂഷകര്? ഹല്ലേലൂയ. അങ്ങനെയുള്ള അഭിഷിക്തന്മാരുണ്ടാകണം. ഹല്ലേലൂയ. ഞാൻ മരിക്കാൻ പോവുകയാണ്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് തരാം. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ മക്കളെയും വിളിച്ചു. എത്ര വലിയ പ്രവാചകനാണ് യാക്കോബ്, എത്ര വലിയ അഭിഷിക്തനാണ്. തൻ്റെ മരണത്തിന് മുമ്പേ മക്കള് എല്ലാവരെയും അടുത്ത് വിളിച്ചു. ഇന്നത്തെ അപ്പനും അമ്മയും അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല. പ്രൈസലമാണ്. വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രവചനമൊന്നും നടക്കത്തില്ല, അടിയേ നടക്കുള്ളൂ. 5 സെന്റ് അവന് കൂടുതൽ കൊടുത്തു. എനിക്ക് വാലുപോലെ ഒരു സ്ഥലമാണ് തന്നത്. അപ്പൻ എന്നോട് സ്നേഹമില്ല. എന്തെല്ലാം പ്രശ്നങ്ങളാണ്, കേസായി, വഴക്കായി, അടിയായി. അതുകൊണ്ട് ഒരു അപ്പനും പേടിച്ച് ആരെയും വിളിക്കത്തില്ല. ആരോടും പറയാതെ വിസ എടുത്ത് പോകളായി. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൻ, യഹോവ ഭക്തനായൊരു അപ്പൻ തൻ്റെ തലമുറകളെ അടുത്ത് വിളിച്ചിട്ട് തൻ്റെ അധ്വാന ഫലവും തൻ്റെ സമ്പത്തും വസ്തുവക മാത്രമല്ല, ആ അപ്പം കൊടുത്തത് ഈ ഭൂമിയിലുള്ള വസ്തുവകളല്ല. ആ അപ്പം കൊടുത്തത് ആത്മീക അനുഗ്രഹം. അത് ഒരു തലമുറ കൊണ്ട് തീരുന്നതല്ല. അത് 1000 2000 എത്ര വർഷം കഴിഞ്ഞാലും തീരാത്ത ഇന്ന് വരെ യാക്കോബിന്റെ അനുഗ്രഹം ആ തലമുറകളിലൂടെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അത്രയും വലിയ ആത്മീക അനുഗ്രഹം കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു അഭിഷിക്തനായിരുന്നു യാക്കോബ്. തന്റെ മക്കളെ വിളിച്ചിട്ട് അതിൽ ഒരുത്തിനോട് പറഞ്ഞ ദൂതാ നമ്മൾ കേട്ടത്, യോസേഫേ നീ ഫലപ്രദമായ ഒരു മുന്തിരി വള്ളിയാണ്. ഹല്ലേലൂയ. ഈ യോസേഫിനോട് ഇതൊക്കെ പറയാൻ യോസേഫ് എങ്ങനെ ജനിച്ചതെന്ന് അറിയാമോ? അപ്പനായ ലാബാൻ, പിന്നെ യാക്കോബിനെ ലാബാൻ എന്ത് ചെയ്തു? വഞ്ചിച്ച് ചതിച്ച് തൻ്റെ മൂത്ത മകൾ ലേയ ആദ്യം കൊടുത്തു. ഇളയ മകളെ കല്യാണം കഴിക്കാൻ ചെന്നവന് മൂത്ത മകളെ കൊടുത്തു. പറ്റിച്ചു, വഞ്ചിച്ചു. ഈ മൂത്ത മകളോട് യാക്കോബിന് ഒരു സ്നേഹവും ഇല്ല. ഹല്ലേലൂയ. കാരണം അവൻ സ്നേഹിച്ചത് ഇളയവളാണ്. താൻ സ്നേഹിച്ച ഇളയ ഭാര്യ റാഹേലിന് തലമുറ ഉണ്ടാകുന്നില്ല. പക്ഷേ ലേയയോ ഭർത്താവിന്റെ കൃപ ലഭിക്കാത്തപ്പോൾ ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഇന്ന് പകൽ ആത്മാവ് ചിലരോട് സംസാരിക്കുന്നു. നിന്റെ ഭർത്താവിന്റെ കൃപ നിനക്കില്ലെങ്കിലും, ഭർത്താവിന്റെ അനിഷ്ടമാണ് നിന്റെ മേലുള്ളതെങ്കിലും, ഇന്ന് വരെ ആരും നിന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും, ആരും നിന്നെ കരുതിയില്ലെങ്കിലും, ആത്മാവ് എന്നോട് പറയുകയാണ്, എന്റെ ദൈവത്തിന്റെ കൃപ നിനക്ക് മതി. മക്കൾ നിന്നെ തള്ളിക്കളഞ്ഞാലും, തലമുറകൾ നിന്നെ റിജക്ട് ചെയ്താലും, നിന്റെ ഭർത്താവ് നിന്നെ റിജക്ട് ചെയ്താലും, സകലരും നിന്നെ കൈവിട്ടാലും ഉപേക്ഷിച്ചാലും, ഹല്ലേലൂയ, ഭർത്താവിന്റെ മക്കളുടെയും കൃപ നഷ്ടപ്പെട്ടവളെ, ഇന്ന് പകൽ യേശുവിന്റെ കൃപ, എന്റെ ദൈവത്തിന്റെ കൃപ നിനക്ക് മതി. തലമുറകൾ നമ്മുടെ ദൈവം കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ, 1 2 ഒന്നും അല്ല. ദൈവം പിശുക്കനും അല്ല, ബ്ലേഡുകാരനല്ല.
പലിശയ്ക്ക് പൈസ കൊടുക്കുന്നത് പോലെ 100 രൂപ ചോദിക്കുമ്പം 90 രൂപ തന്നിട്ട് 10 രൂപ എടുക്കുന്നവനല്ല. ദൈവം അനുഗ്രഹിച്ചാലുണ്ടല്ലോ ഓടിച്ചിട്ട് അനുഗ്രഹിച്ചോളാം. ദൈവത്തിന്റെ അനുഗ്രഹം അങ്ങനെയാ. നമ്മുടെ പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ കൊച്ചു പിള്ളേരെ എങ്ങനെയാ കൂട്ടുന്നത്? മക്കളെ വാടാ, പൊന്നു മോനെ വാടാന്ന് പറഞ്ഞ അമ്പിളി അമ്മാവനെ കണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ എടുത്തുകൊണ്ട് നടന്ന്, പൂ കണ്ടോ, ഇതാ കണ്ടോ, റോസാപ്പൂ വരെ കാണിച്ച്, അത് കാണിച്ച്, പിന്നെ കാക്കയെ കാണിച്ച്, എല്ലാത്തിനെയും കാണിച്ച് നമ്മൾ ഒരു പരുവാക്കി അവൻ്റെ വായിലോട്ട് ഇങ്ങനെ ഓരോന്ന് കൊടുത്ത് അവസാനം വേണ്ട, അവൻ തുപ്പിക്കളയും. നീയും കുറച്ച് കഴിക്കുമ്പോൾ അവൻ അങ്ങോട്ട് തുപ്പാൻ തുടങ്ങും. എന്നാലും സ്നേഹമുള്ള അമ്മയ്ക്ക് എന്ത് ചെയ്യും? വീണ്ടും എടുത്ത് കൊടുക്കുന്ന ഒരു അനുഭവം. വളർന്ന് വലുതാവുമ്പോൾ തിന്നത് മതി, എഴുന്നേറ്റ് പാടാന്ന് പറഞ്ഞ് പാത്രം കാലുകൊണ്ട് അടക്കി നല്ല ഇതൊന്ന് ശപിച്ചാൽ വേണ്ടി അവൻ 5 ദോശ ഉണ്ടാക്കി അവന് മുഴുവൻ അവന് വേണം. നിന്റെ പിന്നെ വായിക്കകത്ത് ഞാൻ തുടുപ്പെടുത്ത് കയറ്റിയാണ്. ഹല്ലേലൂയ. മുടിക്കാനുണ്ടായ സന്തതി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. കാലൻ, അവരെ പാവങ്ങള പേര് കാലൻ, മുടിയം പുത്രൻ. പക്ഷെ കൊച്ചു നാളില് മോനെ തിന്നടാ എന്ന് പറഞ്ഞ് വാരി കൊടുത്ത് ഇങ്ങനെ തുപ്പിക്കളയുമ്പോൾ വീണ്ടും ഞാനിങ്ങനെ വലിയ ആളായപ്പോൾ കൊച്ചായാൽ മതിയായിരുന്നു. നമ്മൾ ഇങ്ങനെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. നീ തിന്ന് തുപ്പിക്കളഞ്ഞാലും മതിയെന്ന് പറഞ്ഞാലും ഓടിച്ചിട്ട് അനുഗ്രഹിക്കുന്ന എൻ്റെ ദൈവം. ഇതാ ഞാൻ പറയുന്നത്, ഓടിച്ചിട്ട് അനുഗ്രഹിക്കുന്ന ദൈവം. അമ്മയുടെ ഒക്കത്ത് നിന്ന് ഇറങ്ങി ഓടിയാലും ഓടിച്ചിട്ട് പിടിച്ച് ആ തലമുറയ്ക്ക് വീണ്ടും വാരിക്കൊടുക്കുന്ന ഒരു അമ്മയുടെ ഹൃദയമുള്ള കർത്താവിനെ ഇന്ന് പകൽ നീ കാണാൻ പോവുകയാണ്. നീ ദൈവത്തിന്റെ കൂടെ നടന്നാൽ അങ്ങനെ ഒരു ദൈവത്തിനെ നിനക്ക് അറിയാൻ സാധിക്കും. അതാ ലേയയ്ക്ക് സംഭവിച്ചത്. മനുഷ്യൻ നിന്ദിച്ചിട്ടിരിക്കുന്ന, മനുഷ്യൻ പരിഹസിച്ചിട്ടിരിക്കുന്ന, മനുഷ്യൻ അപവാദം പറഞ്ഞ് പരിഹസിച്ച് നിന്ദിച്ച് ഇട്ടിരിക്കുന്ന ചിലവർ ഇതിനകത്തിരിപ്പുണ്ട്. ദൈവാത്മാവിനോട് പറയുക, മനുഷ്യൻ അപവാദം പറഞ്ഞും പരിഹസിച്ചും കളിയാക്കിയും വെറുത്തും റിജക്ട് ചെയ്ത വ്യക്തിയാണ് നീ എങ്കിൽ കുറിച്ചിട്ടോ നീ ഓടിച്ചിട്ട് നീ അനുഗ്രഹിക്കപ്പെടാൻ പോകും. നിന്റെ അനുഗ്രഹം കണ്ട് നിന്നെ നിന്ദിച്ചവർ അസൂയപ്പെടുന്നത് പോലെ ഇന്ന് പകൽ ശക്തമായ ചില ദൈവിക ആലോചനകൾ, ചില ദൂതുകൾ ഇന്ന് പകൽ ആത്മാവിനോട് പറയുക. മനുഷ്യൻ നിന്ദിച്ചിട്ട ചിലതിനെ, മനുഷ്യൻ പരിഹസിച്ചിട്ടിരിക്കുന്ന ചിലതിനെ എന്റെ ദൈവം ഇന്ന് പകൽ നിന്നെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കാൻ പോകുന്നു. ഇരട്ടിക്ക് ദൈവം നിന്നെ വർദ്ധിച്ച് പെരുകുവാനാകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലേയ ദൈവം അങ്ങോട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി. അടുത്തിരിക്കുന്നത് പറഞ്ഞിട്ട്, മനുഷ്യൻ നിന്ദിച്ചാൽ സന്തോഷിച്ചോളണം. മനുഷ്യൻ എന്തെങ്കിലും നിന്നെ നോക്കി പോവാൻ പറ, ആര് എന്ന് ചോദിച്ചാൽ രക്ഷപ്പെട്ടു, ഇതിനെ അടുപ്പിക്കല്ലേ കേട്ടോ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട് അവൻ്റെ കൂടെ അടുത്താൽ പിന്നെ നമ്മളെ കാര്യം പോക്കാ. ദൈവമായിട്ടാണ് നിന്നെ പലരെയും അടുപ്പിക്കുക, ഞാൻ അകറ്റുന്നത്. ചില മനുഷ്യരോട് അടുത്താ തീർന്നു, ഹല്ലേലൂയ. പക്ഷെ നീ ദൈവത്തോട് അടുത്താ നീ അനുഗ്രഹിക്കപ്പെട്ടു. ചില നിന്ദകൾ നിനക്ക് ഉയർച്ചയ്ക്ക് വേണ്ടിയാ, ചില പരിഹാസങ്ങൾ നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാ, ചില അവഗണനകൾ നീ ഉയരാൻ പോവുക, ചില കളിയാക്കലുകൾ നീ ഉയർച്ച പ്രാപിക്കുന്നതിന് മുമ്പുള്ളതാ. അതൊരു പട്ടുമെത്ത പോലെ നീ കരുതണം. അതൊരു കല്ലെറി, നിന്റെ ജീവിതത്തിന് വിരോധമായ കല്ലെറികൾ നിന്റെ പ്രമോഷനാണ്, നിന്റെ പ്രമോഷനാണ്. യേശുവിന്റെ വസ്ത്രം എന്ത് ചെയ്തു? മഹാപുരോഹിതന് വന്ന് കർത്താവിന്റെ മുമ്പ് നിന്നിട്ട് വലിച്ചങ്ങ് കയറി. ഹല്ലേലൂയ. കള്ളപ്രവാചക ദൂതും പറഞ്ഞ് ഇറക്കിയ 3.5 വർഷമായിട്ട് ജനങ്ങളെ എല്ലാം പറ്റിച്ച് കിടക്കുന്ന കള്ളപ്രവാചക എന്ന് പറഞ്ഞ് ഓടി ഒന്ന് മഹാപുരോഹിതൻ നല്ല വസ്ത്രമൊക്കെ അടിഞ്ഞ് 45 കോടി രൂപയുടെ വസ്ത്രം, പണ്ഡിതന്മാർ പറയുന്ന പുള്ളി ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്തു? പുള്ളി 45 കോടിയുടെ വസ്ത്രം ഇട്ടിരിക്കുകയാണ്. കർത്താവിന് വസ്ത്രം പോലും ഇല്ല. ഉള്ള വസ്ത്രത്തെ എന്ത് ചെയ്തു പുരോഹിതൻ? കർത്താവ് എന്ത് ചെയ്തു? അവനെ ശപിച്ചോ? നിന്റെ കാര്യം തീർന്നടാ എന്ന് പറഞ്ഞോ? കർത്താവ് മിണ്ടാതെ നിന്നു. എന്താണെന്നറിയാമോ? ബുദ്ധിയും വെളിപ്പാടും വിവേകമുള്ളവൻ ഈ അപവാദവും പറഞ്ഞ് നിന്ദിച്ചും പരിഹസിച്ചും നമ്മളെ വസ്ത്രമൊക്കെ വലിച്ചു കയറാൻ വരുമ്പോ നീ മിണ്ടാതെ നിൽക്കണം. കാരണം എന്താ പറഞ്ഞാൽ അവന്റെ അവസാനത്തെ വലിച്ചു കയറല്ല അത്.
ഹല്ലേലൂയ. കാരണം യേശുവിന്റെ വസ്ത്രമല്ല കീറിയത്. മണ്ടന് മനസ്സിലായില്ല, ഇവന്റെ വസ്ത്രം കീറാൻ പോവുക. മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരശീല രണ്ടായിട്ട് വിഭാഗിച്ച് പൗരോഹിത്യം അതോടുകൂടി തീർന്നു. അവന്റെ പരിപാടി തീരുന്നതിന് മുമ്പുള്ള നിനക്ക് വിരോധമായി മനുഷ്യർ എഴുന്നേൽക്കുമ്പോൾ അവന്റെ കാര്യം തീരാറായെന്ന് അതിന്റെ അർത്ഥം. അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറയുന്നത് പോലെ ചിലർ നിനക്ക് വിരോധമായി വരുമ്പോൾ അവന്റെ അവസാനം അടുത്തു, അവൻ തീരാറായി. പക്ഷെ നീ ഉയരാൻ പോവുക, നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുക, നീ വർദ്ധിക്കാൻ പോവുക. ഹല്ലേലൂയ. റാഹേലിനെ പിന്നെ ലേയെ ദൈവം ഓടിച്ചിട്ടങ്ങ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇത് കണ്ട് റാഹേലിനെ അസൂയ പിടിച്ച് ലെവല് തെറ്റിപ്പോയി. അതാ ദൈവം നിന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അസൂയ വരുന്നത് പോലെ അനുഗ്രഹിക്കും. പ്രൈസ്. മറ്റുള്ളവർക്ക് നിന്നെ കണ്ട അസൂയ പിടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടൻ പല്ലുകടിച്ച് ഉരുകിപ്പോകുമെന്ന് വചനം പറയുന്നത്. അതാ ദൈവത്തിന്റെ അനുഗ്രഹം, മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന അനുഗ്രഹം. നീ അനുഗ്രഹിക്കപ്പെട്ട് പ്രൊമോഷനായി ഉയർന്ന് നീ മുന്നോട്ട് ഓടാൻ പോവുകയാണ്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന ബ്ലെസ്സിംഗ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവം എല്ലാരും അങ്ങനെ തള്ളിക്കളയത്തില്ല. എന്ത് ചെയ്യൂ? ആ ലേയെ ഓടിച്ചിട്ടങ്ങ് അനുഗ്രഹിച്ച് ആ ലേയെ അനുഭവിച്ച അപമാനവും നിന്ദയ്ക്കും റിജക്ഷനും എല്ലാം ഒരു വലിയ പ്രതിഫലം കൊടുത്തു. ആ ലേയയുടെ ജീവിതത്തിൽ നിന്ന് യഹൂദ ഗോത്രത്തിലെ സിംഹം, ഒരു ഗോത്രം വെളിപ്പെട്ടത്. ഏറ്റവും കൂടുതൽ നിന്ദയും അപമാനവും ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ. വേറെ ആർക്കുമില്ലാത്ത കഷ്ടം നിനക്കുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. വേറെ ആർക്കുമില്ലാത്ത നിന്ദയുണ്ടെങ്കിൽ നീ ഭാഗ്യവാൻ. വേറെ ആർക്കുമില്ലാത്ത അപമാനം ഉണ്ടെങ്കിൽ നീ ഭാഗ്യവാൻ. കാരണം നിന്റെ അകത്ത് നിന്നും ലോകത്ത് ഒരിക്കലും വെളിപ്പെടാത്ത യഹൂദ ഗോത്രത്തിലെ സിംഹം ആത്മാവ് നിനക്ക് നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോയാണ്. എന്താ കർത്താവിന്റെ ആത്മാവ് എന്നോട് ശക്തമായി പറയുന്നു. അപമാന ഭാരത്താൽ തലകുനിച്ച് നിന്ദിക്കപ്പെട്ടവരായി, വേദനിക്കപ്പെട്ടവരായി, പരിഹസിക്കപ്പെട്ടവരായി, തള്ളപ്പെട്ടവരായി ആരെങ്കിലും ഇതിനകത്തിരിക്കുന്നുവെങ്കിൽ കർത്താവ് എന്നോട് പറയുകയാണ്, നിന്റെ അകത്ത് നിന്നും ഇതുവരെ ആരും കാണാത്ത ചിലത് ദൈവാത്മാവ് ഉരുവാക്കിക്കൊണ്ടിരിക്കുന്നു. ഓ, വലിയൊരു ഉണർവും ഒരു ഉയർച്ചയും നിന്റെ ലൈഫിൽ വെളിപ്പെടും. നിന്റെ കഷ്ടങ്ങൾ തീരാറായി. ഉൽപ്പത്തി 30-ാമത്തെ അധ്യായം അതിന്റെ 22 പറയുകയാണ്, റാഹേലിനെ ദൈവം ഓർത്തു. എല്ലാവരും പറഞ്ഞ ദൈവം ഓർത്തു. കേട്ടോ, ആര് മറന്നാലും ദൈവം തള്ളി പറയില്ല. ഭർത്താവ് മറന്നു, ലേയ ചേട്ടത്തിയും മറന്നു. ചേട്ടത്തി ഇപ്പോൾ ഇഷ്ടംപോലെ പിള്ളേരൊക്കെ ആയപ്പോൾ വലിയ സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പൊ റാഹേല് മാത്രം തലമുറയില്ലാതെ ആകെ നാണം കെട്ട് നിന്ദിക്കപ്പെട്ടവളായിട്ടിരിക്കും. അപ്പോൾ വചനം പറയുന്നു, റാഹേലിനെ ദൈവം ഓർത്തു. ഹല്ലേലൂയ. നിന്നെ ആരും ഓർത്തില്ലെങ്കിലും ദൈവം ഓർക്കും. ഒരു സീസൺ ഉണ്ട്, സൈലന്റായി ദൈവം ഇരിക്കും. പക്ഷെ ഒരു സീസൺ വരുമ്പോൾ എല്ലാരും മറന്നാലും നിന്നെ ഓർക്കുന്നൊരു ദൈവം. നിന്റെ നിന്ന മാറ്റാൻ വേണ്ടി ദൈവം ഒരു തലമുറയെ തരാൻ പോകുന്നു. നിന്റെ നിന്ന മാറാൻ വേണ്ടി ദൈവം ഒരു തലമുറയെ തരാൻ പോകുന്നു. ഹല്ലേലൂയ. നിന്റെ നിന്ന മാറാൻ പോവുകയാണ്. ഇന്ന് പകൽ ആത്മാ പറയുകയാണ്, ഏതൊക്കെ വിഷയങ്ങളിൽ നിന്ദിക്കപ്പെടുന്നവർ ഇതിനകത്തിരിക്കുന്നുവോ അവരോടെല്ലാം എന്റെ ദൈവം പറയും, നിന്റെ നിന്നയെ ആത്മാവ് ഉരുട്ടി മാറ്റാൻ പോകുന്നു. നിന്റെ നിന്നയെ ദൈവാത്മാവ് ഉരുട്ടി മാറ്റാൻ പോവുകയാണ്. നിന്റെ നിന്നയെ കർത്താവ് ഉരുട്ടി മാറ്റാൻ പോവുകയാണ്. അതാ യോസേഫിന്റെ വാക്കിന്റെ അർത്ഥം ആഡിങ് എന്ന് പറയും. എന്താണ് ആഡിങ്? ആഡ് ചെയ്യുക. ഇത്ര എണ്ണത്തിന്റെ കൂടെ ഒരാളിനെ കൂടെ ആഡ് ചെയ്ത്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആഡ് ചെയ്ത് അങ്ങ് ചേർത്തു. ഹല്ലേലൂയ. ചേർക്കുക, മറ്റൊരു കൂട്ടിച്ചേർക്കുക. ഹല്ലേലൂയ. അതിന് ഒരു കുഞ്ഞിനെയും കൂടെ ദൈവം കൊടുത്തു. പക്ഷേ യോസേഫിനെ ആഡിങ് എന്നുള്ള ഒരു ഇതിൽ ദൈവം നിർത്തിയില്ല. ദൈവം മൾട്ടിപ്ലിക്കേഷൻ ഗ്ലോറിയാൽ നിറച്ചു. ഹല്ലേലൂയ. യോസേഫ് ജനിച്ചു, ജീവിച്ചു, പക്ഷെ കഷ്ടങ്ങൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത്രയും പേർക്കില്ലാത്ത കഷ്ടം യോസേഫിന് മാത്രം. അത്രയും പേർക്കില്ലാത്ത നിന്ന യോസേഫിന് മാത്രം. അത്രയും പേർക്കില്ലാത്ത അപവാദങ്ങൾ, പ്രശ്നങ്ങൾ, ഉപദ്രവങ്ങൾ യോസേഫിന് മാത്രം. അവനെ സഹോദരങ്ങൾ നിന്ദിച്ചു, ഉപദ്രവിച്ചു. അവനെ കാണുമ്പോഴൊക്കെ അപ്പൻ്റെ കൂടെ കൂടുതൽ സ്നേഹമായതുകൊണ്ട് ഓരോ നുള്ള് ഒരു ചെവിക്ക് പിടിച്ചൊന്ന് തിരുക്കി. അതുകൊണ്ട് പണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. നമ്മളിങ്ങനെ കൂട്ടമായിട്ട് കളിച്ചുകൊണ്ടൊക്കെ കഴിയുമ്പോൾ പിള്ളേരെയൊക്കെ എന്ത് ചെയ്യും? നുള്ളി റെഡിയാക്കും. തലയിലിട്ടൊരു കൊട്ട് ഇതൊക്കെ കൊടുത്ത്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരൊക്കെ വലിയ സെറ്റപ്പായി അങ്ങ് പോകും. നമ്മൾ അന്ന് നുള്ളിയവനാ ഇന്നതാ ഇവിടെ.
അങ്ങനെ ഈ യോസേഫിനെ എല്ലാവരും ഇട്ട് കൊട്ടുകയായിരുന്നു. ഈ സഹോദരങ്ങൾക്കൊന്നും കണ്ണെടുത്താൽ കണ്ടുകൂടാ. സൗകര്യമായിട്ട് കിട്ടിയപ്പോൾ ഇവരെ പിടിച്ച് എന്ത് ചെയ്തു? വലിയ കിണറ്റിൽ എറിഞ്ഞു. അവിടെ നിന്ന് എടുത്ത് നേരെ കൊണ്ടുപോയി പോത്തിഫറിന്റെ അവിടെയും ഉപദ്രവം. അവിടെ നിന്ന് നേരെ ജയിലിൽ കിടന്ന അവിടെയും ഉപദ്രവം. എല്ലാ വസ്ത്രവും വലിച്ചു കയറി. എന്താണ്? അവനിട്ട എല്ലാ വസ്ത്രവും വലിച്ചു കയറി. അപ്പം കൊടുത്ത വസ്ത്രം വലിച്ചു കയറി. ഒരേ വസ്ത്രം കീറക്കം തന്നെയായിരുന്നു ഒരു സീസൺ. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ വസ്ത്രവും സകലരും കീറി, എല്ലായിടത്തും കൊണ്ട് പൊട്ടക്കിണറ്റിൽ ഇട്ടു, ഉപദ്രവിച്ചു. പക്ഷെ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ ജയിലിൽ നിന്ന് പുറത്തു വന്നു. രാജ്യത്തിലെ രണ്ടാമനാക്കി ദൈവം മാറ്റി. ഈ ഉപദ്രവിച്ച എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കണം നിങ്ങൾ. അവരെവിടെ കിടക്കുന്നു? ഉപദ്രവം ഏറ്റവരെവിടെ കിടക്കുന്നു? ഇന്നെങ്ങാനും ചെന്ന് യോസേഫിനെ ഉപദ്രവിക്കാൻ അപ്പന് പറ്റുമോ? സഹോദരങ്ങൾക്ക് പറ്റുമോ? ആർക്ക്? പോത്തിഫറിന് പറ്റുമോ? ഒരിക്കൽ ഇവരൊക്കെ വലുതായിരുന്നു. പക്ഷേ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ ഇവർക്കാർക്കും യോസേഫിനെ കാണണമെങ്കിൽ ക്യൂ നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. അതും യോസേഫിന് മനസ്സുണ്ടെങ്കിലേ അവരുടെ മുമ്പിൽ നിർത്താൻ പറ്റും. അതാ ഇന്ന് വലിയൊരു ദൂത് നിന്നെ മേൽ കൈമാറ്റം ചെയ്യുക. ഇന്ന് നിന്നെ അവഗണിച്ച്, നിന്നെ വേണ്ട, നിന്റെ അടുക്കൽ പോലും വരാൻ താല്പര്യമില്ല, നിന്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല, നിന്നെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കുന്നവരുണ്ടോ അവരാരും കാണാത്ത, എത്തിപ്പിടിക്കാൻ പറ്റാത്ത പൊസിഷനിൽ എന്റെ ദൈവം നിന്നെ എത്തിക്കും. ക്യൂ നിൽക്കേണ്ടി വരും, നിന്നെ കാണാൻ ക്യൂ നിൽക്കേണ്ടി വരും. ആ ഹയർ ലെവൽ